വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സമയം ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ നേരത്തെയൊക്കെ എണീക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ ഭയങ്കര മഴയായിരുന്നു. മഴയത്ത് അങ്ങ് ഉറങ്ങിപ്പോയി കുറേ നേരം. 9 ആയില്ല, 9 ആവുന്നു, ഒരു 8:45 ആ ഒരു ടൈമിന്. കുറച്ച് നേരം എണീറ്റിട്ട് ഈ ക്യാമറ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് ആക്ച്വലി ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തായിരുന്നു. കുറേ കാര്യങ്ങൾ ഇത് ചെയ്യാനുണ്ടായിരുന്നു ആക്ച്വലി. പക്ഷേ മഴ കാരണം കുറേ പ്ലാനൊക്കെ എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എന്നാലും ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം കുറച്ചൊരു ബിസി ഡേ ആയിരിക്കും. ആൻഡ് ഓൾസോ എനിക്കിതൊരു പ്രൊഡക്റ്റീവ് ഡേ ആക്കണം എന്നൊക്കെയാണ്. പക്ഷേ ഈ മഴയത്ത് ഞാൻ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആകും എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. വ്ളോഗ് എടുക്കുന്ന കാരണം ചിലപ്പം ഞാൻ കുറച്ച് പ്രൊഡക്റ്റീവ് ആയാൽ അതുകൊണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. ഇനി എനിക്കൊന്ന് ഫ്രഷ് ആവണം. ഫ്രഷായിട്ട് വന്നിട്ട് ഇന്നത്തേക്കുള്ള ടു ഡു ലിസ്റ്റൊക്കെ ഒന്ന് എഴുതി വയ്ക്കാം. പിന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വ്ളോഗ്. ഞാനപ്പോൾ പോയി ഒന്ന് ബ്രഷ് ചെയ്ത് മുഖമൊക്കെ ഒന്ന് കഴിക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ റൂമിലെ ജനലൊക്കെ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മഴയാണ്. ഇതാണ് പുറത്ത് കാണുന്ന വ്യൂ. ഹെവി മഴയായിരുന്നു. ഞാൻ മഴയുടെ ഒച്ച കേട്ടാണ് രാവിലെ എണീക്കുന്നത്. അങ്ങനെ ഞാൻ ഫ്രഷ് ആയിട്ട് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇരിക്കുവാണ്. ആക്ച്വലി കുറേ കാര്യങ്ങൾ ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ചാണ് ഇന്ന് ചെയ്യണം എന്ന്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ബ്ലാക്കിയെ കുളിപ്പിക്കണം എന്നുള്ളത്. കാരണം കുറച്ച് നാളായി അവനെ ഒന്ന് കുളിപ്പിച്ചിട്ട്. അവനെ ആക്ച്വലി പറഞ്ഞാൽ കുളിപ്പിക്കുന്നത് ഇഷ്ടമല്ല. കുളിപ്പിച്ചില്ലെങ്കിൽ അത്രയും സന്തോഷം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവന്. എന്നാലും നമ്മൾ പട്ടികളെ വൺസ് ഇൻ എ മന്ത് എങ്കിലും ഒന്ന് കുളിപ്പിക്കണം. സോ ഇന്ന് എന്തായാലും അപ്പം അങ്ങനെ കുളിപ്പിക്കണം എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ ഈ മഴയത്ത് അവനെ കുളിപ്പിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം കുളിപ്പിക്കാൻ കുഴപ്പമില്ല, പക്ഷെ അത് കഴിഞ്ഞ് അവന് ഉണങ്ങണമല്ലോ. കുളിച്ചിട്ട് ആ വെറ്റ് ഹെയർ ഒന്ന് ഡ്രൈ ആവണമല്ലോ. അപ്പം വെയിലില്ലാതെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം മഴയത്ത് അവനും അത് ഭയങ്കര ഒരു ഡിസ്കംഫേർട്ട് ആയിരിക്കും ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ആ ഒരു പ്ലാൻ അങ്ങ് ക്യാൻസൽ ചെയ്യാന്ന് വെച്ചത്. അപ്പം നല്ല വെയിലുള്ള ഒരു ദിവസം നോക്കി കുളിപ്പിക്കാനായിട്ട് ഇരിക്കുവാണ് ഇനി. ആൻഡ് ഇതാണ് ഇന്നത്തെ എൻ്റെ ഫൈനൽ ടു ഡു ലിസ്റ്റ്. അതിൽ ഫസ്റ്റ് വ്ളോഗ് എഡിറ്റിംഗ് ആണ്. അതായത് എനിക്ക് ഈ ദിവസം അപ്ലോഡ് ചെയ്യേണ്ട വ്ളോഗാണ്. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്ത്. പിന്നെ എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഹെയർ വാഷ്, സ്കിൻ കെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്ന് എനിക്കൊരു മാംഗോ പുഡിംഗ് ഉണ്ടാക്കണം. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ താഴേക്ക് വന്നു, ഗാർഡൻ ഏരിയയിലേക്ക് വന്നു. എനിക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല മഴയായതുകൊണ്ട്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വരാന്തയിലിരുന്ന് മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അകത്ത് സ്പീക്കറിൽ പാട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ആ പാട്ടും കേട്ട് മഴയും കണ്ട് നല്ലൊരു വൈബിൽ ഞാനിങ്ങനെ ഇരുന്നു അവിടെ കുറച്ച് നേരം. അത് കഴിഞ്ഞ് പിന്നെ ബ്ലാക്കറ്റ് എടുത്ത് ചെന്നു. അപ്പം മഴയൊക്കെ ആയിട്ട് അവൻ ഒറ്റയ്ക്ക് നിൽക്കുവാണ്. അപ്പം അവനൊരു കമ്പനി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെന്നതാണ്. എന്നിട്ട് അവനിങ്ങനെ തൊട്ടും തലോടിയൊക്കെ കുറേ നേരം അവിടെ നിന്നു. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തലോടി കൊടുക്കുന്നതൊക്കെ. അത് ഞാനിങ്ങനെ ബായ് പറഞ്ഞ് പോകാൻ നേരം ആൾക്ക് ഭയങ്കര വിഷമമാണ്. അവൻ എപ്പോഴും അവൻ്റെ കൂടെ ആരേലും ഒക്കെ ഇങ്ങനെ നിൽക്കണം. അവർ പോകാൻ നേരം ഭയങ്കര ബഹളമാണ് അവർ പോകുമ്പോൾ. പിന്നെ എനിക്ക് മഴയത്ത് വീണ് കുറച്ച് മാങ്ങ കിട്ടി. ഞാൻ എന്തായാലും ഇന്ന് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം മാങ്ങ കിട്ടിയത് എന്തായാലും നന്നായി. അതിനുശേഷം ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ ഇരിക്കുവാണ്. അപ്പോൾ ഈ ദിവസം എനിക്ക് അപ്ലോഡ് ചെയ്യേണ്ട വ്ളോഗാണ്. അതിൻ്റെ മെയിൻ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു ഫൈനൽ ടച്ച്, അവസാനത്തെ കുറച്ച് ഫൈനൽ എഡിറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ചില വീഡിയോയുടെ കമൻറ്റിൽ ഞാൻ കാണാറുണ്ട് എന്നോട് ചോദിക്കുന്നത് എഡിറ്റ് ചെയ്യാൻ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ. ഞാൻ യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് ആപ്പ് ഏതാണെന്നൊക്കെ ഞാൻ കമൻറ്റിനൊക്കെ റിപ്ലൈ തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊരു സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് വല്ലതും അപ്ലോഡ് ചെയ്യാം. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി. റൂമിലൊക്കെ ആകെ പൊടിയും വലയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വാക്വം ക്ലീൻ ചെയ്യുവാണ്. അപ്പം ക്ലീൻ ചെയ്യുന്നതൊക്കെ ഞാൻ ടൈം ലാപ്സിലാണ് വീഡിയോ എടുത്തത്. കാരണം ഞാൻ ഈ ഒരു റൂം ക്ലീൻ ചെയ്യുന്നത് എൻ്റെ കുറേ വീഡിയോസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണ്ടും എഡിറ്റ് ചെയ്തും എനിക്ക് തന്നെ മടുത്തു, ഒരു ബോറടിയായി.
അപ്പം അത് കാണുന്ന നിങ്ങൾക്കും അതേപോലെ തന്നെ ഒരു ബോറടി ഉണ്ടായാലോ എന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ ടൈം ലാപ്സിൽ എടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ചില വീഡിയോസ് കാണുമ്പം അതിലിങ്ങനെ ക്ലീനിങ് ഒക്കെ ടൈം ലാപ്സിൽ ഷൂട്ട് ചെയ്ത്, അപ്പം ടൈം ലാപ്സിൽ ആ ഒരു വീഡിയോ കാണുമ്പം എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടും. അപ്പം അതും കൂടെ കൊണ്ട് ഞാനപ്പോൾ ഇതൊന്ന് ടൈം ലാപ്സിനെടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അങ്ങനെ ഞാൻ റൂമൊക്കെ വാക്വം ക്ലീൻ ചെയ്തു. പിന്നെ എൻ്റെ ജനലുകളൊക്കെ തുടച്ചു. പിന്നെ എൻ്റെ ടേബിളും ഒന്ന് തുടച്ച് വൃത്തിയാക്കി, പുതിയ ടേബിൾ ക്ലോത്ത് ഇട്ടു. ടേബിളൊക്കെ ആകെ മെസ്സായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി പുതിയൊരു ടേബിൾ ക്ലോത്ത് ഇട്ട് എല്ലാം നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോഴേക്കും ലഞ്ച് ടൈം ഒക്കെ ആയി. ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ബിരിയാണി കഴിച്ചു. പിന്നെ അമ്മ ഇന്ന് കപ്പ വേവിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഉണക്കമീനും ഉണ്ടായിരുന്നു. അപ്പം അതും കൂടെ കഴിച്ചു. അപ്പം ഈ മഴയത്ത് നല്ല കപ്പയും ഉണക്കമീനും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല വൈബാണ്. അതിനുശേഷം ഞാൻ പിന്നെ എൻ്റെ മാംഗോ പുഡിംഗ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. മാംഗോ പുഡിംഗ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മാംഗോ സാഗോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസിപ്പി ഉണ്ടല്ലോ, അതിപ്പോൾ ഈ ഒരു സമ്മർ സീസൺ അല്ലെങ്കിൽ മാംഗോ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര പോപ്പുലർ ആയ ഒരു റെസിപ്പിയാണ് മാംഗോ സാഗോ എന്ന് പറഞ്ഞ്. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നിങ്ങനെ തോന്നിയിരുന്നു. പക്ഷെ അതിങ്ങനെ കുറേ നാൾ അതങ്ങ് പോയി, പിന്നുണ്ടാക്കാം അങ്ങനെ ഇരുന്നിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇപ്പം നോക്കിയപ്പം വീട്ടിൽ മാങ്ങയൊക്കെ തീർന്നു തുടങ്ങി. അതായത് ഇനിയിപ്പം കുറച്ച് മാങ്ങയൊക്കെ ഉള്ളൂ. അപ്പം എന്തായാലും കംപ്ലീറ്റ് മാങ്ങ തീരുന്നതിന് മുമ്പായിട്ട് ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളൊരു ഇതായി. അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്യുവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മാങ്ങ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചു. അത് സെപ്പറേറ്റ് മാറ്റി വെക്കണം. എന്നിട്ട് വേറെ കുറച്ച് 2-3 മാങ്ങ എടുത്ത് ഇതേപോലെ സ്ലൈസ് ചെയ്ത് അതിലേക്ക് പാലും മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ ഇതാണ് സാഗോ എന്ന് പറഞ്ഞാൽ ചവ്വരി. നമ്മൾ ഈ പായസത്തിലൊക്കെ ഇടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ചവ്വരി, അതാണ് ഈ സാഗോ. അപ്പം അത് ഞാനിങ്ങനെ കുക്ക് ചെയ്ത് വെച്ചു. ആക്ച്വലി ഇത് കുറച്ചൊന്ന് ഓവർ കുക്ക് ആയി പോയി. ഇത്രയും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഓവർ കുക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ അപ്പം പോലെ ഇരിക്കുന്നത്. അപ്പം അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഈ കട്ട് ചെയ്ത് വെച്ച മാംഗോ പീസസും കൂടെ ആ ബൗളിലിട്ടൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ച മാങ്ങയും പാലും കൂടെ ഉള്ള മിക്സ്ചറും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് മധുരം നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ബൗൾ ഇതേപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചു നേരം വെച്ച് കഴിയുമ്പോഴേക്കും അതൊന്ന് സെറ്റ് ഒരു പുഡിംഗ് ടെക്സ്ചറിലേക്കാവും. എന്നിട്ട് കഴിക്കാം. അപ്പം എനിക്ക് കഴിക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ഗ്ലാസ് ബൗളിലേക്ക് ആക്കുവാണ്. എന്നിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കാമെന്ന് വെച്ചു. പെട്ടെന്നത് സെറ്റ് ആവാൻ വേണ്ടി ഞാനത് ഫ്രീസറിലാണ് വെച്ചത്. അപ്പം ഇപ്പം സമയം ഒരു വൈകുന്നേരം ഒരു സന്ധ്യാ സമയമൊക്കെ ആയി. എൻ്റെ ഹെയർ വാഷും ബോഡി വാഷും ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഈ ഒരു ധൂപ്പ് പുകയ്ക്കുവാണ് റൂമിൽ. അപ്പം ഇപ്പം മഴയൊക്കെ പെയ്തതുകൊണ്ട് റൂമിലൊക്കെ ചെറിയൊരു ഉളുമ്പ് നാറ്റമൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഈ ധൂപ്പ് പുകയ്ക്കുമ്പം റൂമിലൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പം അതിന് വേണ്ടി ഞാനിങ്ങനെ റൂം ഫുള്ള് ഇതിങ്ങനെ പുകയ്ക്കുവാണ്. എന്നിട്ട് ഇത് വെക്കാൻ ഒരു സ്പെഷ്യൽ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചു. അപ്പം അത് അവിടെ ഇരുന്ന് അങ്ങ് കത്തിക്കോളും. ഇനി ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ച എൻ്റെ മാംഗോ സാഗോ കഴിക്കാൻ പോവാണ്. ഇത് ആക്ച്വലി ഞാൻ ഫ്രീസറിൽ വെച്ചത് ഭയങ്കര മണ്ടത്തരമായിപ്പോയി. കാരണം ഫ്രീസറിൽ വെച്ചത് ഐസായിപ്പോയി. ആ ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്ചറിൽ എനിക്ക് കിട്ടിയില്ല. ഐസ് കഴിക്കുന്ന പോലെ ആയിരുന്നു. അങ്ങനെ എന്തായാലും ഇനി കഴിക്കാതെ വേറെ വഴിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അതങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ബാക്കി ബൗളിൽ ഇരിപ്പുണ്ടല്ലോ, അതപ്പം നാളെ ഒരു പുഡിംഗ് ടെക്സ്ചറിൽ കഴിക്കാമെന്ന് ഓർത്തു.
അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ സ്കിൻ കെയറിലേക്ക് കടന്നു. അപ്പം ആദ്യം എൻ്റെ നോസ് ഒന്ന് എനിക്ക് ക്ലീൻ ചെയ്യണം. അതായത് എൻ്റെ നോസിൽ ഫുൾ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളാണ്. ഞാൻ കുറേ നാളായി എൻ്റെ ഫേസൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ട്. അപ്പം അതുകൊണ്ടാണ് ഇന്ന് മെയിനായിട്ടും സ്കിൻ കെയർ എന്തായാലും ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ നോസ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിനു വേണ്ടി ഞാൻ ആദ്യം നോസിലൊന്ന് സ്റ്റീം കൊടുത്തു. അപ്പം പോഴ്സ് ഒക്കെ ഓപ്പൺ ആവും. എന്നിട്ട് ഞാൻ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഹാക്ക് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. അതായത് ഹണി നോസിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ടിഷ്യൂ വെച്ചിട്ട് അത് കവർ ചെയ്യണം. എന്നിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ വലിച്ച് ഊരണം. അപ്പോഴേക്കും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ അതിൽ പറ്റിപ്പിടിച്ചിരിക്കും, ആ ടിഷ്യൂവിൽ ആവും. അങ്ങനെയാണ് ഞാൻ ഹാക്ക് കണ്ടത്. അപ്പം അത് ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ഹണി വാക്സ് ഒക്കെ ഉണ്ടല്ലോ, ശരിക്കും ഇത് ഹണി വാക്സ് പോലെ അത്ര ഇഫക്റ്റീവ് ഒന്നും ആവില്ല. കാരണം ഹണി വാക്സ് എന്ന് പറയുമ്പോൾ അത് വേറൊരു സംഭവമാണ്, നമ്മുടെ നോർമൽ ഹണി അല്ല. അപ്പം ഞാനിവിടെ നോർമൽ ഹണിയാണ് എടുക്കുന്നത്. എത്രത്തോളം ഇഫക്റ്റീവ് ആകുമെന്ന് അറിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹണി നോസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാനിങ്ങനെ ടിഷ്യൂ വെച്ചിട്ട് കവർ ചെയ്തു. എന്നിട്ട് ഞാനൊരു 20 മിനിറ്റോളം ഒക്കെ വെയിറ്റ് ചെയ്തു. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഡ്രൈ ആവില്ല, കാരണം ഹണി ആയതുകൊണ്ട് അതിൽ കുറച്ച് മോയ്സ്ചർ ഇങ്ങനെ ഉണ്ടാവും. അപ്പം കംപ്ലീറ്റ്ലി ഡ്രൈ ആവില്ല. എന്നാലും ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാനിങ്ങനെ അത് റിമൂവ് ചെയ്തു. നമ്മൾ ഈ വാക്സ് നമ്മളിങ്ങനെ വലിച്ചൂരണം, അങ്ങനെ റിമൂവ് ചെയ്തു. പക്ഷേ റിമൂവ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ നോസ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഉണ്ടായിരുന്നു. മറ്റേത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഇങ്ങനെ കുറേ ബംസ് ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു എൻ്റെ നോസ്. അപ്പം ഇത് കഴിഞ്ഞപ്പം നോസ് കുറച്ചൊന്ന് ക്ലീൻ ആയ ഒരു ഫീൽ എനിക്ക് കിട്ടി. എന്നിട്ട് ഞാനൊരു വെറ്റ് ടിഷ്യൂ വെച്ചിട്ട് നോസ് ഫുൾ ഒന്ന് വൈപ്പ് ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ ഒരു സക്ഷൻ ടൂൾ യൂസ് ചെയ്ത് എൻ്റെ വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യുവാണ്. ഇത് വൈറ്റ് ഹെഡ്സ്, മെയിനായിട്ടും വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാനുള്ള ഒരു സക്ഷൻ ടൂളാണിത്. ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പം ഇത് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടൂളാണ്. കാരണം ഇത് നമ്മുടെ ഫുൾ നോസിൽ നിന്നുള്ള വൈറ്റ് ഹെഡ്സ് ഇതിങ്ങനെ സക്ക് ചെയ്ത് എടുക്കും. ആ ഒരു സക്ഷൻ പുള്ള് കിട്ടുമ്പം വൈറ്റ് ഹെഡ്സ് ഒക്കെ അതിലാവും. ആ നോസിൻ്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കണം. ഇത് നല്ലൊരു ടൂളാണ്, എനിക്ക് ഭയങ്കര ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നോസ് ആകെ റെഡിഷ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കും. എന്നിട്ട് ആ ലാസ്റ്റ് ആ ഒരു ടിപ്പ് റിമൂവ് ചെയ്തിട്ട് നോക്കുമ്പം അതിൽ ഈ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണും. എന്നിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എൻ്റെ നോസ് ഞാൻ ക്ലീൻ ആക്കി. ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പം മുമ്പത്തെക്കാട്ടിലും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കുറേ പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്, ഒരു DIY ഫേസ് മാസ്ക്. ഇതൊരു റാഗി മാസ്ക് ആണ്. റാഗിയും കോഫി പൗഡറും മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ള ഒരു മാസ്ക് ആണ്. എൻ്റെ ഒരു ഫേവറേറ്റ് മാസ്ക് ആണ് റാഗി വെച്ചിട്ടുള്ള മാസ്ക്. കാരണം റാഗി മാസ്ക് ഇട്ട് കഴിയുമ്പം എൻ്റെ ഫേസ് ഭയങ്കര ഗ്ലോ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റാഗി വെച്ചിട്ടുള്ള ഫേസ് മാസ്ക്. അപ്പോൾ അതിട്ട് ഞാനൊരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് കഴുകിക്കളഞ്ഞു. ഇപ്പം എൻ്റെ ഫേസ് നല്ല ഗ്ലോയി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുവാണ്. ഇത് പ്ലമ്മിൻ്റെ നയാസിനമൈഡ് റൈസ് വാട്ടർ മോയ്സ്ചറൈസർ ആണ്. ഇതെനിക്ക് ഫ്രീ ബി ആയിട്ട് കിട്ടിയതാണ്. ഞാൻ പ്ലമ്മിൻ്റെ കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ മിനി സൈസ് പ്രോഡക്റ്റ് ആണ് ഈ ഒരു മോയ്സ്ചറൈസർ. അപ്പോൾ അത് ഞാൻ ഫേസ് ഫുൾ അപ്ലൈ ചെയ്തു. അതിനുശേഷം പ്ലമ്മിൻ്റെ തന്നെ ഒരു അണ്ടർ ഐ ക്രീം അപ്ലൈ ചെയ്യുവാണ്. അപ്പം അത് അപ്ലൈ ചെയ്ത് ഞാൻ കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുത്തു. ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഞാനൊരു ലിപ് ബാമും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഡീകൺസ്ട്രക്റ്റിന്റെ SPF 50+ ഉള്ള ഒരു ലിപ് ബാം ആണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ആണ്. നമുക്ക് ഒട്ടും ലിപ് ബാം ഇട്ട ഒരു ഫീലേ ഉണ്ടാവില്ല, എന്നാൽ ഭയങ്കരമായിട്ട് ലിപ്സിനെ മോയ്സ്ചറൈസ് ആക്കുന്നുണ്ട്. നല്ലൊരു ലിപ് ബാം ആണിത്. അപ്പം ഇത്രയേ ഉള്ളൂ, എൻ്റെ സ്കിൻ കെയറും കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. എൻ്റെ ടു ഡു ലിസ്റ്റ് ഒക്കെ ഞാൻ ഫുൾ ചെക്ക് ചെയ്തു. ഞാൻ പ്ലാൻ ചെയ്ത പോലെ എൻ്റെ ഒരു ദിവസം നടന്നാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ അതേപോലെ ഞാൻ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്ലോഗ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.